إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا من يرتد منكم من دينه അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ മതം വിട്ടുകൊണ്ട് പുറത്തു പോകുകയാണെങ്കിൽ അതായത് ഇസ്ലാമിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയുകയാണ് ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെ കൊണ്ടുവരും നിങ്ങൾക്ക് പകരമായി വേറൊരു ജനതയെ കൊണ്ടുവരും യഹിബ്ബുഹും അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നതാണ് വയഹിബ്ബൂനഹു അവർ അല്ലാഹുവിനെയും തിരിച്ചു സ്നേഹിക്കും അതില്ലത്തിനൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളോട് വളരെയധികം കൃപയോടുകൂടി വിനയത്തോടുകൂടി പെരുമാറുന്നവരാണവർ ഐസത്തിനൽ കാഫിരീൻ കാഫിരീങ്ങളോട് പ്രതാപമുള്ളവരുമായിരിക്കും അതായത് അവരോട് വളരെ ഗൗരവ രൂപത്തിൽ ഗൗരവസ്വരത്തിൽ പ്രവർത്തിക്കുന്നവരുമായിരിക്കും മുജാഹിദൂന ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം നടത്തുന്നവരുമാണവർ വലാ യഖാഫൂന അവർ ഭയപ്പെടുകയില്ല ലൗമത ലായിം ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടുകയില്ല ദാലിക ഖൗലുല്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹമത്രേ അത് യുഅ്തീഹി മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതവൻ നൽകുന്നു അല്ലാഹു വാസിഉൻ അലീം അല്ലാഹു വാസിഉൻ വിശാലമായവനാണ് അലീം സർവജ്ഞനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. നോക്കൂ നിങ്ങൾ, യാതൊരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാത്തവണവർ. നമുക്കിടയിൽ അത്തരം ജനങ്ങളെ നമുക്ക് ധാരാളം നിത്യജീവിതത്തിൽ കണ്ടുമുട്ടാൻ പറ്റും. നല്ല നല്ല ഉപദേശങ്ങൾ നൽകുന്നവരാണ്. പക്ഷേ ജനങ്ങളുടെ പ്രതികരണം അതികഠിനമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പാടും നോക്കിക്കൊണ്ടുപോയിക്കൊള്ളൂ, ഞങ്ങൾ ഉപദേശിക്കാൻ വരണ്ട, ഞങ്ങൾക്ക് അത്തരം ഉപദേശങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ കാര്യം നോക്കാം, ഞങ്ങൾക്ക് തന്നെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യും അവർ. അത്തരം അധിക്ഷേപങ്ങളെ ഒരു തരത്തിലും ഭയപ്പെടാത്ത ഒരു ജനതയായിരിക്കും അവർ. അത്തരം ആൾക്കാർ ഇന്നും നമുക്കിടയിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും. അങ്ങേയറ്റത്തെ ഇഖ്ലാസോടുകൂടിയും അങ്ങേയറ്റത്തെ തഖ്വയോടുകൂടിയും യാതൊരു തരത്തിലുള്ള പ്രതിഫലവും ആഗ്രഹിക്കാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൃത്യമായി ധർമ്മസമരം നടത്തുന്ന ഒരു വിഭാഗത്തെ നമുക്ക് ദർശിക്കാൻ കഴിയും. അത്തരം ആൾക്കാരുടെ വാക്കുകൾ ഒരിക്കലും നാം അവഗണിക്കാൻ പാടില്ല, തള്ളിക്കളയാൻ പാടില്ല. അതിന് കൃത്യമായ പരിഗണന നൽകിക്കൊണ്ട് അത്തരം സതുപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ ഒരാളായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെയും റസൂലിന്റെ അനുചരന്മാരെയും അനുകരിക്കുന്ന അവരെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു ജനതയായി മാറണമെന്നുള്ള ഉപദേശമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നത്. അഖ്റദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.